ഈ സഭായോഗത്തിൽ സംബന്ധിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ ചോദ്യമാണ്, നിങ്ങളിൽ ആരെങ്കിലും ദൈവസന്നിധി വിട്ട് അകന്നിരിക്കുന്നവരുണ്ടോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ആലയത്തിനകത്തിരിക്കുന്നവരോട് കർത്താവ് ചോദിക്കുന്നു, ഈ ആലയത്തിൽ നിങ്ങളുണ്ട് സത്യം, പക്ഷെ നിങ്ങൾ ദൈവസന്നിധി വിട്ട് അകന്നിരിക്കുന്നുവോ? സ്തോത്രം. ആ ചോദ്യത്തിന് ഉത്തരം വ്യക്തിപരമായിട്ട് ദൈവത്തോട് പറയേണ്ടതാണ്. ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്ന ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആലോചിച്ചിട്ട് പറയാം, ഞാൻ വീട്ടിൽ ചെന്നിട്ട് ആലോചിച്ചിട്ട് പറയാം, കുറച്ച് സമയം എനിക്ക് വേണം എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങളുണ്ട്. എന്നാൽ ഇത് സഡനായിട്ട്, സ്തോത്രം, ആമേൻ, ആൻസർ പറയേണ്ട ഒരു ചോദ്യമാണ്. സ്തോത്രം. നിങ്ങൾ ദൈവസന്നിധി വിട്ട് അകന്നിരിക്കുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ദൈവാത്മാവ് ഈ വചനം, ആമേൻ, സ്തോത്രം, ആമേൻ, പിടിച്ചു കുലുക്കിയ, ആമേൻ, ഒരു വചനമായിരുന്നു ഈ വചനം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. എവിടെയൊക്കെയാണ് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാനുള്ള സാഹചര്യം ഒന്ന് അവിടെ വായിക്കുന്നുണ്ട്. 2-ാമത്തെ വാക്യം, ഇരിപ്പിൽ ദൈവ സാന്നിധ്യം വിട്ടുപോകാം. എപ്പോഴാണ് അവിടുന്ന് എഴുന്നേൽക്കുന്നത് അതനുസരിച്ച് ദൈവ സാന്നിധ്യം വിട്ടുപോകാം. ചിലയിടത്തൊക്കെ ഇരുന്നാൽ പിന്നെ എഴുന്നേൽക്കാൻ പറ്റത്തില്ല. അതിലേറ്റവും പ്രധാനമായി ഇന്ന് നമ്മുടെ മൊബൈൽ. അവിടെ ഇരുന്ന് പോയാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല. എപ്പോഴാണ് എഴുന്നേക്കുന്നത്? അവിടുന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ദൈവസാന്നിധ്യമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? പ്രാർത്ഥന കുറഞ്ഞു പോകുന്നുണ്ടോ? ദൈവവചനം ധ്യാനം കുറഞ്ഞു പോകുന്നുണ്ടോ? സ്തോത്രം. ആമേൻ. ദൈവസാന്നിധ്യം അകന്നു പോകുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പിന്നെന്താണ്? നിരൂപണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ചിന്താഗതികൾ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നിരൂപണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തത് നടപ്പ്. ദൈവസാന്നിധ്യം വിട്ടുപോകുന്നുണ്ടോ? എൻ്റെ കിടപ്പിൽ ദൈവസാന്നിധ്യം വിട്ടുപോകുന്നുണ്ടോ? എൻ്റെ വഴികളിൽ ദൈവസാന്നിധ്യം വിട്ടുപോകുന്നുണ്ടോ? 4-ാമത്തെ വാക്യം, എൻ്റെ വാക്കിൽ ദൈവസാന്നിധ്യം വിട്ടുപോകുന്നുണ്ടോ? എൻ്റെ സംസാരത്തിൽ. നമ്മളെല്ലാം അധികം സംസാരിക്കുന്നവരാണ്. കുറച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒത്തിരി പാപം ചെയ്യാതിരിക്കാൻ പറ്റും. കുറച്ച് സംസാരിക്കുക, ആവശ്യത സംസാരിച്ചാൽ, ആമേൻ, അധികം നമ്മൾ വീഴ്ചയിൽ പോകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിന് ഭീഷണിയായി നിൽക്കുന്ന അവയവം ഏതാണ്? നമ്മുടെ നാവാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സംസാരത്തിൽ ഞാൻ എൻ്റെ ദൈവസ്ഥാനത്ത് വിട്ടു പോകുന്നുണ്ടോ? ആമേൻ. അടുത്തത് 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദൈവമേ, എൻ്റെ ഹൃദയത്തെ നീ അറിയണം. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയത്തെ അറിഞ്ഞോ നമ്മളൊക്കെ? സ്തോത്രം. ഹല്ലേലൂയ. മക്കളെ, നിങ്ങളുടെ പാരൻസിന് നിങ്ങളെ അറിയാം, പക്ഷെ നിങ്ങളുടെ ഹൃദയം അറിയാവോ? പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പാരൻസ് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ, എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയം അറിയാൻ ഞാൻ വൈകിപ്പോയി. എനിക്ക് അവനെ അറിയായിരുന്നു, അവളെ അറിയായിരുന്നു. എത്ര നല്ല കുഞ്ഞായിരുന്നു, വിളിച്ചാൽ വെളിപ്പുറത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ഡൗട്ടോ ഒരു സംശയവും എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ എനിക്ക് അവൻ്റെ ഹൃദയം അറിയത്തില്ലായിരുന്നു. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയാവോ? ഭാര്യമാരോട് ചോദിക്കുന്നു, ഭാര്യമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരെ അറിയാം, കൂടെയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയാവോ? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററെ, വിശ്വാസികളെ പാസ്റ്റർ എല്ലാ ആഴ്ചയും കാണുക, കേൾക്കുക, എല്ലാം അറിയുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വിശ്വാസികളെയും പാസ്റ്ററുടെ പേരറിയാം, പക്ഷേ വിശ്വാസിയുടെ ഹൃദയം അറിയാവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പാസ്റ്റർ അറിയാം, നല്ലതുപോലെ അറിയാം നിങ്ങൾക്ക് പാസ്റ്ററെ, പക്ഷേ നിങ്ങൾക്ക് പാസ്റ്ററെ ഹൃദയം അറിയാവോ? ഹൃദയം അറിയുന്നവൻ ദൈവം മാത്രമാണ്.
ഇന്ന് ആലയത്തിൽ നമ്മൾ ഇവിടെ ഉണ്ട്, പക്ഷെ ഹൃദയം കൊണ്ട് ദൈവസന്നിധി വിട്ടുപോകുന്നുണ്ടോ എന്ന് ദൈവാത്മാവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഇന്ന് തന്നെ ഉത്തരം പറയണം. വീട്ടിൽ ചെന്നിട്ട് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നല്ല. ഈ ആലയം വിട്ടുപോകുന്നതിന് മുൻപ്, ആശീർവാദം പറയുന്നതിന് മുൻപ് നാം അതിന് ഉത്തരം പറയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 24-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കാം. വ്യസനത്തിനുള്ള എന്നിൽ നോക്കണം എന്ന് വെച്ചാൽ വ്യസനത്തിനുള്ള വല്ല കുരുത്തക്കേടും എന്നിലുണ്ടോ എന്ന് അങ്ങനെ തന്നെ ചോദിക്കാൻ പറഞ്ഞു എന്നോട് കർത്താവ് ഈ വചനം ധ്യാനിച്ചപ്പോൾ. നാളെ വ്യസനിക്കത്തക്ക എന്തെങ്കിലും കുരുത്തക്കേട് നിന്നിലുണ്ടോ എന്ന് നോക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഹൃദയം ഒന്ന് ദൈവസന്നിധിയിൽ ഓപ്പൺ ചെയ്യാവോ എല്ലാവരും. ഹല്ലേലൂയ. ഹൃദയത്തിൻ്റെ എല്ലാ അറകളും ഒന്ന് തുറന്നേ ദൈവസന്നിധിയിൽ. ഭാര്യയുടെ മുമ്പിൽ തുറക്കാത്തത്, ഭർത്താവിന് മുമ്പിൽ തുറക്കാത്തത്, പാരൻസിന് മുമ്പിൽ തുറക്കാത്തത്, പാസ്റ്ററുടെ മുമ്പിൽ തുറക്കാത്തത്. ഹല്ലേലൂയ. ആമേൻ. നിഗൂഢമായ ആ രഹസ്യങ്ങളെ കാണുന്ന അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവനായ ദൈവത്തിൻ്റെ മുമ്പിൽ ആ ഹൃദയങ്ങളെ തുറന്നിട്ട് ഹല്ലേലൂയ ദൈവത്തോടൊന്ന് ചോദിക്ക്, വ്യസനത്തിലുള്ള എന്തെങ്കിലും കുരുത്തക്കേട് എൻ്റെ ഹൃദയത്തിനകത്തുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ എബനേസർ ചർച്ചിൽ നിന്ന് ഒരുമിച്ചൊന്ന് ഗലാത്യ സഭ വരെ ഒന്ന് പോവുക കേട്ടോ. അല്പസമയം ഗലാത്യ സഭയിലേക്കൊന്ന് പോകാം. എല്ലാവരും നിരത്തി. ഗലാത്യ സഭയിലേക്ക് നമ്മുടെ ഈ ആരാധന മധ്യത്തിൽ നമ്മളിന്ന് എല്ലാവരും ഗലാത്യ സഭയൊന്ന് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ഗലാത്യ സഭ, ഗലാത്യ എന്ന് പറയുന്ന ദേശത്ത് ധാരാളം സഭകളുണ്ടായിരുന്നു. ആ സഭകൾക്കാണ് ഈ ലേഖനം എഴുതുന്നത്, ഒരു സഭയ്ക്കല്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ഗലാത്യ ലേഖനം. ആ ആ ആ ആ ആ ആ ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആ സഭയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് ക്രിസ്തുവിനെ വിട്ട് അവർ മറിയുന്നു. ഗലാത്യ സഭ ക്രിസ്തുവിനെ വിട്ട് അവർ മറിഞ്ഞു. സ്തോത്രം. ദൈവ സന്നിധി വിട്ട് ഗലാത്യ സഭ മാറി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും അത് സഭ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ സ്തോത്രം. ഹല്ലേലൂയ. ഈ സഭയിൽ ഭൂരിഭാഗം ആൾക്കാരും ക്രിസ്തുവിനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി വിവരിക്കാനുള്ളതാണ്. ഞാൻ വേഗത്തിൽ ആമേൻ ചില കാര്യങ്ങൾ മാത്രം അവിടെ ഓർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ സഭകൾക്ക് വേണ്ടി ലേഖനം എഴുതുന്ന സമയത്ത് ഒത്തിരി സഭകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നുണ്ട്. ഇല്ലേ? 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 വായിച്ചിട്ടില്ലേ? സഭകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ ഗലാത്യ സഭയെ ഓർത്ത് ആമേൻ പൗലോസ് വിഷമിക്കുകയാണ്. പൗലോസിന്റെ വിഷമമല്ല, അത് ദൈവത്തിന്റെ വിഷമമാണ്. പൗലോസിൻ്റെതല്ല സഭ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ ഒരു സഭയെ, ഒരു വിശ്വാസിയെ കണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷമം ദൈവദാസന്റെ അല്ല. പിന്നെ ആ വിഷമം ആരുടെയാ? ദൈവത്തിന്റെ വിഷമമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ സ്തോത്രം. ആമേൻ. 4-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 4:20. ആ ആ ആ ഞാൻ നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യുകയല്ല, നിങ്ങളെ കുറിച്ച് ഞാൻ വിഷമിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
എന്താ വിഷമിക്കാൻ കാരണം? ഹല്ലേലൂയ, സ്തോത്രം. ഈ ഗലാത്യ സഭ ആരാന്നറിയാവോ? ഇതിലൊക്കെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന കാര്യമാണ്. ഈ ഗലാത്യ സഭ ആരായിരുന്നു എന്നുള്ളത് നിങ്ങളും ആ വാക്യം വായിക്കുമ്പോൾ ഞാൻ അതിനകത്ത് ഓക്കെ ആണെങ്കിൽ ഒന്ന് ടിക്കിട്ടേക്കണേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആ ആ അപ്പൊ സുവിശേഷം കൈക്കൊണ്ടവരാണ് ഗലാത്യ സഭ. സുവിശേഷം കൈക്കൊണ്ടവർ. നമ്മൾ അങ്ങനെയല്ലേ? ഒന്ന് ടിക്കിട്ടേക്കണം. ഓക്കെ, ഇതുള്ളവര് സുവിശേഷം കൈക്കൊണ്ടവര് ഒന്ന് ടിക്കിട്ടേക്കണം. ഞാനും സുവിശേഷം കൈക്കൊണ്ടതാണ്. ഓക്കെ. 2-3-ാം അധ്യായം 26-ാമത്തെ വാക്യം വേഗം വായിച്ചു. ആ ആ ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ആരാ? ദൈവത്തിൻ്റെ മക്കൾ. സത്യമല്ലേ? നമ്മളും ദൈവത്തിൻ്റെ മക്കൾ. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കിട്ടി. 2 നമുക്ക് ടിക്കിടാൻ പറ്റുമോ? ആമേൻ. സ്വത്രം. 3 ആമേൻ. 3-ാം അധ്യായം 27-ാമത്തെ വാക്യം. ആ അപ്പൊ അവര് സ്നാനപ്പെട്ടവരാണ് ക്രിസ്തുവിനോട് ചേരാൻ. നമ്മളും സ്നാനപ്പെട്ടതല്ലേ? അതെ. അവിടെയും നമുക്ക് ടിക്കിടാൻ പറ്റും. സ്തോത്രം. 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. ആ 3:2. ആ അതന്നെ. ആ നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ് ഇവര്, ഗലാത്യ സഭ. അതിൽ ടിക്കിടാൻ പറ്റുമോ? സ്തോത്രം. ആമേൻ. പരിശുദ്ധാത്മാവിനെ നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. ആ ആ ആ സ്തോത്രം. ദൈവദാസൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ശരിയാണോ? ദൈവദാസനെ എങ്ങനെയാ കണ്ടത്? അത് 1-ാം വർഷം. 1-ാം വർഷം ദൈവദാസൻ ആരാണ്? അയ്യോ, ദൈവദൂതൻ. സ്തോത്രം. 2-ാം വർഷം നമ്മുടെ ഒരാള്. സ്തോത്രം. നമ്മുടെ ഒരാള്. 3-ാം വർഷമോ പിശാച്. ഓടിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ സഭ നോക്കിക്കേ. പൗലോസ് പറയുകയാണ് ദൈവദാസനെ കുറിച്ചുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്, നിന്നയോ ഒരു വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുയേശുവിനെ പോലെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. ഹല്ലേലൂയ. അത് 15-ാം വാക്യം. ഈ സഭ പൗലോസിന് കണ്ണിനൊരു പ്രശ്നം ഉണ്ടായിരുന്നെന്നാണ്. അതാണ് ശൂലം എന്നൊക്കെയാ പറയുന്നത്. വേദശാസ്ത്രം പറയുന്നതാണ് പൗലോസിന് ദൈവം കൊടുത്ത ശൂലം. കണ്ണ് അഴുകി ഒഴുകുന്ന ഒരു അനുഭവം, വളരെ ദുർഗന്ധം. അതുകൊണ്ട് പലപ്പോഴും ഈ വിശ്വാസികൾ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ എൻ്റെ ഒരു കണ്ണ് ഞാൻ പാസ്റ്റർക്ക് തരാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കിഡ്നിയൊക്കെ കൊടുക്കുന്നില്ലേ എന്ന് പറയുന്ന പോലെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായിരുന്നു. അത്രമാത്രം ദൈവദാസനെ കൂടെ നിൽക്കുന്നവര്. ഇവർക്ക് എന്നാ കുഴപ്പം? ഇത്രയും വായിച്ച ഈ പോയിന്റിൽ എന്താ ഈ സഭയ്ക്ക് കുഴപ്പം? പിന്നെ എന്തിനാ പൗലോസ് ഇവരെ കുറിച്ച് വിഷമിക്കുന്നേ? സ്തോത്രം ചെയ്യാൻ വകയില്ലേ? ഇങ്ങനെ നിൽക്കുന്ന ഒരു വിശ്വാസി ഒരു സഭയിലുണ്ടെങ്കിൽ ആ വിശ്വാസിയെ കുറിച്ച് സ്തോത്രം ചെയ്യാൻ എന്നാ തെറ്റ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ ഉണ്ടെങ്കിലും ചിലതൊക്കെ അവരിൽ നഷ്ടപ്പെട്ടു പോയി. ഗുരുതരമായ ചില പോരായ്മകൾ.
നമ്മളൊക്കെ ചിന്തിക്കണം, ഞാൻ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ ഏതിനൊക്കെ നിങ്ങൾ ടിക്കറ്റെന്ന് എനിക്കറിയത്തില്ല, അതൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും പോരായ്മ കണ്ടോണം. പൗലോസിലേക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോരായ്മ. അതുകൊണ്ട് വേഗം ഒന്ന് വായിച്ചേ. ദൈവത്തിൽ 1:6 വാക്യം നമ്മൾ ആദ്യം വായിച്ചു. ഇതെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ക്രിസ്തുവിനെ വിട്ട് വേറെ ഒന്നിലേക്ക് മറിഞ്ഞു. അപ്പൊ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ആരാ? സ്തോത്രം. ക്രിസ്തുവിനേക്കാൾ കൂടുതൽ മക്കളെ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കിക്കുക. മക്കളൊക്കെ മമ്മൂട്ടി മോഹൻലാലും എന്നാ പറയുന്നത്, എന്നാ അഭിനയവാ, എന്നാ അഭിനയവാ. മക്കളെ, അവരെ അഭിനയിക്കുകയാ. എന്നാൽ നിനക്ക് വേണ്ടി അനുഭവിച്ചത് നിന്റെ കർത്താവാണ്. നിനക്ക് വേണ്ടി നിന്റെ വേദന അനുഭവിച്ചത്, നിന്റെ ശാപം ഏറ്റെടുത്തത്, നിന്നെ വീണ്ടെടുക്കാൻ ക്രൂശിൽ മരിച്ചത് ഒരുവൻ മാത്രം, അത് യേശു ക്രിസ്തു മാത്രമാ. ഹല്ലേലൂയ. ഇതെല്ലാം നോക്കിക്കേ, എത്ര നല്ല വിശ്വാസിയാ. പക്ഷേ ഹൃദയങ്ങളെ ആരായുന്ന ദൈവം തമ്പുരാൻ അവരെ വീക്ഷിച്ചപ്പോൾ മനസ്സിലായത്, അവർ ക്രിസ്തുവിനെ വിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു. അപ്പോഴും അവരെവിടെയുണ്ട്? സഭയിലുണ്ട്. രണ്ടാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, ഇപ്പം ജഡം കൊണ്ട് അവസാനിപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആരംഭമൊക്കെ ആത്മാവിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഏതിനും പ്രാർത്ഥന, ഏതിനും ഉപവാസം, ദൈവഹിതത്തിന് വേണ്ടിയുള്ള സമർപ്പണം, കണ്ണുനീര്, കരച്ചില്. ഇപ്പോഴോ മുഴുവനും ജഡികമായ ചിന്തകളും ആലോചനകളും കാര്യങ്ങളും ഒക്കെയാ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പം ജഡം കൊണ്ട് അവസാനിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം, പ്രൈസ് ദി ലോർഡ്, 4-ാം അധ്യായം 10-ാമത്തെ വാക്യം കണ്ടോ? ദിവസവും മാസവും ആണ്ടും കാലമൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുക? പ്രമാണിക്കുന്നു. ഇപ്പം മുഹൂർത്തം നോക്കണം. ദൈവമക്കൾക്ക് എല്ലാ ദിവസവും നല്ലതാകട്ടോ. ചൊവ്വാഴ്ച മക്കളുടെ കല്യാണം നടത്താമെന്ന്, ചൊവ്വാഴ്ച വീടിന് കല്ലിടാം, തടസ്സമില്ല കേട്ടോ. നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെയാ. മാസങ്ങളും ആണ്ടുകളും നേർച്ചകളും ശാസ്ത്രവും ഇതൊന്നും നമുക്കില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവര് പഴയ പാരമ്പര്യങ്ങളിലേക്ക് തിരിഞ്ഞു. ആമേൻ. അപ്പോഴും ഇവർ എവിടെയാണെന്നറിയാവോ? ദൈവത്തിന്റെ സഭയിൽ തന്നെയാണ്. 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. ക്രിസ്തുവിൽ നിന്ന് വേർവിട്ടുപോയി. അടുത്തത്, കൃപയിൽ നിന്ന് വീണുപോയി. സ്തോത്രം. നോക്കിക്കേ, ഇത്രയും നല്ല ഗുണങ്ങളൊക്കെ ഇവർക്കുള്ളപ്പോഴും ഇവർ ക്രിസ്തുവിൽ നിന്ന് വേർവിട്ടുപോയി. ആമേൻ. ക്രിസ്തുവിൽ നിന്ന് വേർവിട്ടുപോയി. ഹല്ലേലൂയ. കൂടെ ഉണ്ടെന്ന ധാരണയല്ലേ? കർത്താവിൻ്റെ മാതാപിതാക്കൾ യോസഫ് മറിയൊക്കെ ദേവാലയത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ യേശു കർത്താവ് കൂടെ ഉണ്ടെന്ന് അവർ വിചാരിച്ചു. 3 ദിവസത്തെ വഴിദൂരം ചെന്നപ്പോഴാണ് നോക്കുമ്പോൾ കൊച്ചു ഇല്ല കൂടെ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ നിന്ന് അകന്നോ? ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നോ? ക്രിസ്തുവുമായുള്ള നമ്മുടെ ആത്മീക ബന്ധം എങ്ങനെ ഇരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. പാട്ടും ആരാധനയും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ ക്രിസ്തുവിൽ നിന്ന് അവർ വേർപെട്ടു പോയി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസ് പറയുക, നീ എഴുതണം, എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എന്റെ സഭ ഇന്ന് കാണും, അവർക്ക് യാതൊരു കുഴപ്പമില്ല, ഒരാരാധന പോലും മുടക്കത്തില്ല. പക്ഷേ അവർ എന്നിൽ നിന്ന് വേർവിട്ടുപോയി. നിന്നെ വേർപെടുത്തിയതാരാ? നിന്റെ ആദ്യ തീരുമാനം എന്തായിരുന്നു? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർപെടുത്തും എന്ന് നീ ചലഞ്ച് ചെയ്തില്ലേ, വെല്ലുവിളിച്ചില്ലേ? പക്ഷെ ഇന്ന് അവർ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെട്ടു പോയി എന്ന് പറഞ്ഞാൽ വേറെ ചില സ്നേഹം അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു. ഹല്ലേലൂയ. സ്തോത്രം.
അല്ലേ? നല്ല സ്ട്രോങ് തറയൊക്കെ നമ്മൾ കെട്ടി, തറ കെട്ടി കുറേ കഴിഞ്ഞ് വീടൊക്കെ പണിത് കഴിഞ്ഞപ്പോൾ അടിയുന്നുണ്ട് തറ ഇങ്ങനെ വിണ്ട് 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 വലിയ വിള്ളൽ, വലിയ ഒരു പാമ്പിന് കയറി പോകാവുന്ന അത്രയും വലിയ വിള്ളലായി. നോക്കുമ്പോഴാണ് അതിനകത്തൂടെ ഒരു വേര് കയറി വരുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വീണു പോകാൻ കാരണം മറ്റു ചില സ്നേഹം അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു? കൃപയിൽ നിന്ന് വീണു. കൃപയിൽ നിന്ന് വീണാൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ആ വാക്യം നീ മറന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ കൃപയിൽ നിന്ന് വീണുപോയി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. കണ്ടോ നല്ല സാക്ഷ്യം അല്ലേ? നിങ്ങൾ നന്നായി ഓടിയിരുന്നു, നിങ്ങൾ സഭയുടെ തൂണായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഓട്ടം കണ്ട് അസൂയ തോന്നിയിരുന്നു, നിങ്ങൾക്ക് നല്ല മെമന്റോ കിട്ടിയിരുന്നു. ഹല്ലേലൂയ. കേട്ടോ, ഇന്ന് പൊന്നാടയൊക്കെ അണിയിപ്പിക്കാനൊക്കെ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. പൊന്നാട ഒക്കെ അണിയിപ്പിക്കുന്ന കാലത്തിലേക്ക് വന്നു. നല്ല മെമന്റൊക്കെ കൊടുത്ത് ഊഷ്മളമായ ആദരവ്. എന്തിനാ? നല്ലതുപോലെ ഓടി, നല്ലതുപോലെ അധ്വാനിച്ചു. എന്നെ ആവേശമായിരുന്നു ട്രാക്ട് കൊടുക്കാൻ, സുവിശേഷം പറയാൻ, ആരാധിക്കാൻ, ഒരു ഉപവാസിക്കാൻ, പ്രാർത്ഥിക്കാൻ, കർത്താവിന് വേണ്ടി കൊടുക്കാൻ, കൺവെൻഷൻ നടത്താൻ എന്തൊരു ഉത്സാഹമായിരുന്നു. നല്ലതുപോലെ നിങ്ങൾ ഓടി. എന്നാൽ ഇപ്പോൾ സത്യം അനുസരിക്കാതെ ഇപ്പൊ ആരോ നിങ്ങളെ തടയുന്നു. നല്ലതുപോലെ ഓടിയവരെ ഇപ്പൊ ആരോ തടയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നിന്റെ ഓട്ടത്തിനൊരു മന്ദത. പ്രൈസ് ദി ലോർഡ്. ആരോ നിന്നെ തടയുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു തടയുന്ന ഒരു ശക്തിയെ ദൈവത്തിൻ്റെ ആത്മാവ് വീക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനെക്കുറിച്ചൊരു ബോധവാന്മാരാകാൻ വേണ്ടിയാ ഈ ലേഖനം അവർക്ക് അവിടെ എഴുതുന്നത്. ദൈവത്തിന് ആരോ നിന്നെ തടയുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന് മഹത്വം. അടുത്തത് അതിന്റെ 4-ാം അധ്യായം 19-ാം വാക്യം വായിച്ചേ. ഒരു പ്രാവശ്യം ക്രിസ്തു നിങ്ങളിൽ ഉരുവായതാണ്. ഇപ്പം ക്രിസ്തു നിങ്ങളിൽ ഇല്ല. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു കുഞ്ഞിനെ പ്രസവിച്ചതാണ്. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പം എത്ര റിസ്ക് ആണെങ്കിലും കുഴപ്പമില്ല, മറ്റൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് പോലെ പൗലോസ് പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുന്നു? പിന്നെയും പ്രസവ വേദനപ്പെടുന്നു. ആദ്യം മുതൽ നിങ്ങൾ ഇനിയും വീണ്ടും ജനിക്കത്തക്ക നിലയിൽ ആദ്യത്തിലേക്ക് മടങ്ങി വരികയാണ്. നിങ്ങളെ എന്തേറെ ഞാൻ വളർത്തി, എന്തേറെ വലുതാക്കി. പ്രൈസലോ, അതെല്ലാം കണ്ടപ്പോഴേക്ക്, ആ വളർച്ച കണ്ടപ്പോഴേക്ക് പ്രസവവേദനയൊക്കെ എന്ത് ചെയ്തു? അങ്ങ് മറന്നു പോകും. എല്ലാ അമ്മമാരും അങ്ങ് മറന്നു പോകും. പ്രൈസലോ, വീണ്ടും ഒരു പ്രസവവേദന എന്ന് പറഞ്ഞാലോ, ഹല്ലേലൂയ. എന്തിനാ? ക്രിസ്തു ഇവരിൽ ഉരുവാകേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചിന്തിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാ, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടോ? ഹല്ലേലൂയ. ഇല്ലെങ്കിൽ വീണ്ടും ക്രിസ്തു നിങ്ങളിൽ ഉരുവാകേണ്ടതിന് പൗലോസ് പറയുകയാ, ഞാൻ വീണ്ടും പ്രസവ വേദനപ്പെടുന്നു. ഹല്ലേലൂയ. ഇന്ന് മാതാപിതാക്കളോട് പറയുകയാ, ഒന്നും കൂടെ നീ പ്രസവ വേദനപ്പെടണം. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി നീ ആത്മാർത്ഥമായി നിലവിളിക്കണം, ആത്മാർത്ഥമായി കരയണം. നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് ക്രിസ്തു പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ പ്രസവ വേദനപ്പെടുന്നത് പോലെ ദൈവത്തോട് നിലവിളിക്ക്. ആത്മഭാരത്തോടെ ദൈവത്തോട് നിലവിളിച്ചാൽ ആ ക്രിസ്തു വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ വരും. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, കർത്താവ് പുറത്താ. സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ച് എന്താണ് ഇതിന്റെ പ്രശ്നമെന്ന് പൗലോസ്
നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ. അപ്പോ ആരോ നിങ്ങളെ ക്ഷുദ്രം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവിടേക്ക് എത്തി പൗലോസ്. സ്തോത്രം. ഇതൊരു വെളിപ്പാടാണ്. ഹല്ലേലൂയ. ഇത് മനഃപൂർവ്വമായി സംഭവിച്ച കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ആരോ ക്ഷുദ്രം ചെയ്ത് മയക്കി. ഇന്ന് മയങ്ങി അങ്ങ് പോകുവാണോ? ഈ സഭായോഗത്തിനൊക്കെ വരുന്നത് നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെയാണോ? സ്തോത്രം. നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. എങ്ങോട്ടാ പോകുന്നതെന്ന് തന്നെ അറിയത്തില്ല, പകുതി ഉറക്കത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മയങ്ങുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അതിനകത്തൊരു ക്ഷുദ്രപ്രയോഗമുണ്ട്. അപ്പൊ ഈ സഭയ്ക്ക് എന്ത് ഏറ്റു? ക്ഷുദ്രമേറ്റെന്ന്. യഥാർത്ഥമായി നിൽക്കുന്ന ഒരു സഭയ്ക്കും ഒരു ക്ഷുദ്രപ്രയോഗം എന്ത് ചെയ്തില്ല? ഏക്കത്തില്ല. ക്ഷുദ്രപ്രയോഗം ഇല്ലെന്നല്ല, ക്ഷുദ്രപ്രയോഗം അതിൻ്റെ ക്രിയകൾ നിനക്ക് വേണ്ടി ചെയ്യും. പക്ഷേ യഥാർത്ഥമായി നിൽക്കുന്ന, ക്രിസ്തുവിൽ വസിക്കുന്ന, കൃപയിൽ നിൽക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ഇന്ന് വല്ല മയക്കമുണ്ടെങ്കിൽ ആരാധനയ്ക്ക് പോകാൻ ഒരു മയക്കം, ഒരു ഉണർവില്ല. അതാ മയക്കം എന്ന് പറഞ്ഞാൽ. ഒരു വലിയ താല്പര്യമില്ല, വലിയ ഇൻട്രസ്റ്റ് എനിക്കതിലില്ലെങ്കിൽ അമേ, നിനക്കെതിരെ ഒരു ക്ഷുദ്രപ്രയോഗമുണ്ട്. ക്രിസ്തുവിൽ നിന്ന് അന്തിക്രിസ്തുവിലേക്ക് നിന്നെ മറിക്കുന്ന ഒരു വ്യാപാരം. അമേ, അതിന്റെ ക്ഷുദ്രം എന്നെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ സമൂഹത്തിൽ വ്യാപരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അത് അഴിയണം. ആദ്യ സ്നേഹത്തിലേക്ക് ഞാൻ മടങ്ങി വരണോ? ആദ്യ ആരാധനയിലേക്ക് ഞാൻ മടങ്ങി വരണോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭ ആത്മീകമായി ഉണർവ് പ്രാപിക്കട്ടെ. Praise the Lord. Hallelujah. Hallelujah. ആദ്യം വായിച്ച ഭാഗം കണ്ടപ്പോൾ എന്ത് നല്ല വിശ്വാസിയായിരുന്നല്ലേ. ഹല്ലേലൂയ. എന്ത് നല്ല വിശ്വാസിയാ. ഇന്ന് കർത്താവ് വന്നാൽ ആദ്യം പൊങ്ങുന്നത് ഞാനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ രണ്ടാമത് നമ്മൾ കണ്ടു, ദൈവാത്മാവ് വെളിപ്പെടുത്തി വ്യസനത്തിനുള്ള കുരുത്തക്കേട്. ഇങ്ങനെയുള്ളവർ കാഹളനാദം മുഴങ്ങും, പക്ഷെ ഇവിടുന്ന് പൊങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നല്ലതുപോലെ ഓടിയ ഒരു നല്ല കാലം ഓർത്ത് നീ ഇരിക്കരുത്. ഹല്ലേലൂയ. മരിക്കുന്നത് വരെ ശരീരം കൊണ്ട് ഓടാൻ പറ്റുന്നില്ലെങ്കിൽ ആത്മാവ് കൊണ്ട് ഓടിക്കോണം. ഹല്ലേലൂയ. ആരാധനാലയത്തിൽ വരാൻ ഹല്ലേലൂയ നിന്റെ ശരീരം അനുവദിക്കുന്നില്ലെങ്കിൽ വീട്ടിലിരുന്ന് ഹല്ലേലൂയ നീ ആത്മാവിൽ ജാഗരിക്കണം. യേശുവിന്റെ നാമം ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ഇന്ന് പകൽക്കാലം ദുഷ്ടന്റെ ആഗ്രഹം നിന്നെ ബന്ധിക്കണമെന്നോ നിന്നെ ഒതുക്കണമെന്നോ. അഴിഞ്ഞു മാറട്ടെ. ചില തലമുറകളിൽ നിന്ന് ചില കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില കുടുംബങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ചില ബന്ധനങ്ങൾ ഉരുകി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, 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 യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കൃപ 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 കൃപ. ദൈവമക്കളെ, നമ്മുടെ നിത്യതയ്ക്ക് തടസ്സം വരുന്ന ഒന്നിനും കൈ കൊടുക്കരുത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം അല്പകാലം മാത്രമേ ഉള്ളൂ. ഇനി എത്ര സഭായോഗം ഈ ഭൂമിയിലുണ്ട്? വിരലിൽ എണ്ണാവുന്നത് മാത്രം. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചുള്ള വാസം ഇനി എത്ര കാലമുണ്ട്? വിരലിൽ എണ്ണാവുന്നത് മാത്രം. നമ്മുടെ കുഞ്ഞുങ്ങളുമായുള്ള നമ്മുടെ വാസം ഇനി എത്ര കാലം ഭൂമിയിലുണ്ട്? അല്പകാലം മാത്രം. അത് വേഗം തീരും. ഹല്ലേലൂയ. എന്നാൽ യുഗായുഗം, ഹല്ലേലൂയ, നമ്മുടെ പ്രാണപ്രിയനുമായി നമുക്ക് മുൻപ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട വിശുദ്ധന്മാരുമായി കോടാനുകോടി വിശുദ്ധ ദൈവത്തെ അനുദിനം ആരാധിക്കുന്ന ആ സ്വർഗീയ സന്തോഷത്തെ ഓർത്ത് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവസന്നിധി വിട്ടു പോകുവാൻ ഇടവരരുതേ. അറിയത്തില്ല ദൈവമക്കളെ, അറിയത്തില്ല. ഒരു വ്യക്തി മദ്യം കഴിച്ച് റോഡിൽ ആടി പോകുമ്പോൾ നമ്മൾ അറിയും, ചേട്ടാ അവൻ എന്നാ പറ്റിയെന്ന്. വെള്ള ഡ്രസ്സിട്ട് വേദപുസ്തകവും പിടിച്ച് വഴി സൈഡിൽ കൂടെ മാന്യമായി നടന്ന ആരാധനയ്ക്ക് വരുമ്പം അറിയത്തില്ല ആർക്കും നീ വീണു പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നിനക്ക് പോലും സംശയമായിരിക്കും. ഹല്ലേലൂയ. ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് ടെസ്റ്റ് ചെയ്യുക. വ്യസനത്തിനുള്ള ഒരു മാർഗം, കുരുത്തക്കേട് എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച ദൈവവചനത്തിനായിട്ട് നന്ദി. സഭയാം ഞങ്ങളെ ഗലാത്യ സഭയിലേക്ക് കർത്താവ് കൊണ്ടുപോയി. ആ സഭയുടെ അവസ്ഥകളെ കർത്താവ് ഞങ്ങളെ കാണിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ നിർഭാഗ്യവാന്മാരായി പോകാതിരിക്കേണ്ടതിന്, ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോയി എന്ന് വരാതിരിക്കേണ്ടതിന് വചനത്തിൽ കൂടെ ഞങ്ങളെ ചേർത്ത് നിർത്തി ഞങ്ങളെ പണിയണമേ. ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ഗലാത്യ സഭയൊന്നും ഇന്ന് ഇല്ല കേട്ടോ. ഈ പുസ്തകത്തിൽ പറഞ്ഞ ഗലാത്യ സഭയൊന്നും ഇന്ന് ഭൂമുഖത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സഭയൊന്നും ഭൂമിയിലില്ല, അവിടെ ഒരു പ്രവർത്തനം പോലുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, സ്തോത്രം. ഇതൊക്കെ ഓർത്ത് അധികമായി ദൈവസ്നേഹത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ.